अच्छा हिंदू सीधा हमारा हमारा सारे जहां से अच्छा. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആയതിനാൽ ആ ഒരു തീം വരുന്ന എന്തെങ്കിലും ചെയ്തു തരാൻ കുട്ടികൾ പറഞ്ഞപ്പം ഞാനിവിടെ 2 രീതിയിലുള്ള ചിക്കൻ കബാബാണ് കേട്ടോ. ടിക്ക ആൻഡ് മലായി കബാബാണ്. അപ്പോൾ ഇതിനായിട്ട് 2 പ്ലേറ്റിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2ലുമായിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ ഇപ്പം ടിക്കയിൽ ചില്ലി ഫ്ലേക്സും മലായിൽ ഗ്രീൻ ചില്ലിയും കേട്ടോ. ഇനിയിപ്പോൾ 2ലും കോമൺ ആയിട്ട് തന്നെ പെപ്പർ പൗഡറും ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടിക്കയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് എരിവിനനുസരിച്ച് മുളക് പൊടി കേട്ടോ. അപ്പോൾ മലായിൽ മഞ്ഞൾപ്പൊടി ചേർത്തു, പക്ഷെ ടിക്കയിൽ ചേർത്തിട്ടില്ല. പിന്നെ വേണ്ടത് ടിക്കയിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ്. ഇനി 2ലും നാരങ്ങയുടെ പകുതി നീര് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മലായിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കസൂർ മെത്തി ലീവ്സും ആണ് കേട്ടോ. പിന്നെ അധികം പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ മലായിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2ലും 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമാണ് ചേർത്തത്. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചാറ്റ് മസാല 2ലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷണൽ ആണിത്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് 2ഉം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ബട്ടറാണ് കേട്ടോ ചേർത്തത്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാനിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളേഴ്സ് 1 ടേബിൾ സ്പൂൺ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റെഡ് കളറും ഗ്രീൻ കളറും ചേർത്ത് കൊടുത്ത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. മിനിമം അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതിന് ശേഷം ഒരു സ്ക്വയർ സ്റ്റിക്കോ അല്ലെങ്കിൽ ചോപ്പ് സ്റ്റിക്കോ എടുത്ത് ഇതുപോലെ ഓരോന്നായിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഗ്രിൽഡ് ചെയ്തെടുക്കുന്നത് പാനിൽ വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ഒരു പാനിലേക്ക് അല്പം ബട്ടർ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഓരോ സ്ക്വയർ സ്റ്റിക്കും വെച്ച് കൊടുക്കാം കേട്ടോ. ബാക്കി വന്ന മസാല ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിട്ട് മറുവശവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 8 മുതൽ 10 മിനിറ്റ് വരെ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈമിൽ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഖുബൂസാണ് കേട്ടോ ഞാൻ ശരിയാക്കുന്നത്. അപ്പം മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഖുബൂസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ജ്യൂസിയും ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള കബാബ് റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു വെജിറ്റബിൾസും കൂടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും ക്യാബേജൊക്കെ ആയിട്ട്. ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ട് ക്യൂസ് പഠിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ എത്രാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇപ്പം? 2079. ഓക്കെ. എന്നാണ് സ്വാതന്ത്ര്യമായത്? ഓക്കെ. നമ്മുടെ ഫ്ലാഗ് ഏതൊക്കെ കളേഴ്സാണ് വരുന്നത്? യെല്ലോ, ഡാർക്ക് ബ്ലൂവോ? അത് അടുക്കുള്ളത് ട്രൈ കളർ. ശരിക്കും ഓറഞ്ച് വൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ മതി. നടുക്കുള്ള ഓറഞ്ച് വൈറ്റ് കുങ്കുമ കളറാണ് ശരിക്കും. കുങ്കുമം എന്നാണ് പറയുന്നത് അതിന്. കുങ്കുമ ചുവപ്പ് ഓറഞ്ചിന്. പിന്നെ ഒരു കളറ്. പിന്നെ അടുത്തത് ആ ഒരു ഫ്ലാഗിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ അറിയാമോ? ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എങ്ങനെ? 2
3:2 ഏത് ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ. നമ്മുടെ നാഷണൽ ആന്തം ഏതാ? അത് ആരാ എഴുതിയത്? ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയാണ് ശരിക്കും. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിലല്ലാതെ വേറൊരു ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ മുഴുവനും. വേറൊരു രാജ്യത്തെ നാഷണൽ ആന്തം രചിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു നാഷണൽ ആന്തം നമുക്ക് പാടാനെടുക്കുന്ന ടൈം എത്രയാണെന്നറിയോ? 52 സെക്കൻഡ്. 59 സെക്കൻഡാണ് ഏത് ദേശീയ ഗീതം വന്ദേമാതരം. വന്ദേമാതരം ആരാ രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. പിന്നെ സാരെ ജഹാം സെ അച്ഛ അതാരാ രചിച്ചത്? മുഹമ്മദ് ഇക്ബാൽ. ഏത് ഭാഷയിലാണെന്നറിയോ? ഉറുദു ഭാഷയിൽ. ഉറുദു. എവിടെയാണ് ഈ ഒരു ഫ്ലാഗ് രൂപകൽപ്പന ചെയ്യുന്നത് വെച്ചാൽ അത് കർണാടകയിലെ ഹൂബ്ലി എന്ന സ്ഥലത്താണ്. അംഗീകൃത പതാക നിർമ്മാണശാല ഹൂബ്ലിയിലാണ് കേട്ടോ, കർണാടകയിലെ. ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത് ആരാന്നറിയോ? ഈ ഒരു ഫ്ലാഗിന് ഇങ്ങനൊരു ഇത് റഫാന് പഠിക്കാനുണ്ടായിരുന്നതാണ്. ഫസ്റ്റായിട്ട് ഈ ഒരു ഫ്ലാഗ് പിംഗലി വെങ്കയ്യാണ് രൂപകൽപ്പന ചെയ്തത്. പിംഗലി വെങ്കയ്യ പിംഗലി വെങ്കയ്യാണ് ഫസ്റ്റായിട്ട് ആ ഒരു ഫ്ലാഗ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാ? നരേന്ദ്രമോദി. ആരാണ് ഫ്ലാഗ് ഉയർത്തുന്നത് ഇപ്പൊ ഈ ഓഗസ്റ്റ് 15-ന്? എവിടെ വെച്ചാണ് ഉയർത്തുന്നത്? അല്ല ചെങ്കോട്ടയിൽ വെച്ച്. ചെങ്കോട്ട എന്ന സ്ഥലത്ത് വെച്ചാണ് ഫ്ലാഗ് ഉയർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.